നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നാഗരാജാവേ, എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. എന്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. ദയവായി പുറത്തേക്ക് വരണേ. മാല എന്തിനാ എന്റെ കഴുത്തിൽ വീണത്? അതൊരു അപശകനമാണല്ലോ. ഗായത്രിയെ പോലെ തന്നെ ഞാനും മരണപ്പെടുമെന്നാണോ? ഗായത്രി അവള് പകയോടെ എന്നോട് പ്രതികാരം ചെയ്യാൻ വരുമോ? അവളുടെ പ്രേതാത്മാവ് എന്റെ ജീവൻ എടുക്കൂ എന്നതിന്റെ അടയാളമാണോ ഇത്? പറയാൻ പറ്റില്ല. ദുരാത്മാക്കൾക്ക് മോക്ഷം ലഭിക്കാറില്ലെന്നല്ലേ പറയാറ്. അവർ ആത്മശാന്തി ലഭിക്കാതെ അലഞ്ഞു നടക്കും. കൊലപാതകത്തിലാണ് മരിച്ചതെങ്കിൽ ആ ബാധ പകരം വീട്ടാൻ വന്നെന്നിരിക്കും. അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ കേട്ടിട്ടില്ലേ? ഏതായാലും കാലം നമുക്ക് അനുകൂലമല്ല. അങ്ങനെ വേണം കരുതാൻ. ചേച്ചി, നമുക്ക് ചുറ്റിനും ഇപ്പൊ സംഭവിക്കുന്നതെല്ലാം എനിക്കും ചേച്ചിക്കും പ്രതികൂലമാണ്. സൂക്ഷിക്കണം. നമ്മൾ കുറച്ച് മുൻകരുതലോടെ കാര്യങ്ങൾ നീക്കണം. ആ മാല ചേച്ചിയുടെ കഴുത്തിൽ വീണപ്പോ എന്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞത് തെക്കോട്ട് വിരിച്ച വാഴയിലയിൽ പട്ടും കച്ചയും പൊതിഞ്ഞ് കഴുത്തിൽ ഹാരവുമായി കിടക്കുന്ന ചേച്ചിയുടെ ജീവനറ്റ ശരീരമായിരുന്നു. അപ്പോ നീ അവിടെ വെച്ച് പറഞ്ഞതോ ഗായത്രിയുടെ ആത്മാവ് എന്നെ സ്നേഹിക്കാൻ വന്നതാണെന്നല്ലേ പ്രതാപ നീ പറഞ്ഞത്? ചേച്ചി ചേച്ചി അത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ചേച്ചി രക്ഷിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞേ. അപ്പോ ആയുസ് എത്താതെ ആ ഗായത്രി ദേവി പോലെ ഞാനും മരണപ്പെടുമല്ലേ? അത് ഗായത്രി ദേവി എന്നെ കൊല്ലുമല്ലേ പ്രതാപ? ഇതൊക്കെ വെറും അന്ധവിശ്വാസമാ. പിന്നെ ഗായത്രി ദേവി ഒന്ന് പ്രവേശിച്ച് കൊല്ലാൻ പോവല്ലേ? ചത്ത് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ചേച്ചി എന്ത് ചെയ്യാനാ? ഗോസ് ക്യാൻ ഡു എനിത്തിങ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ പേടിച്ചാ മതി, പ്രേതങ്ങളെ പേടിക്കണ്ടാന്ന്. കാറ്റടിച്ച് ആ മാല ചേച്ചിയുടെ കഴുത്തിൽ വീണു. ആ ഫോട്ടോയുടെ ചോട്ടി പോയി നിന്നോണ്ടാ ചേച്ചിയുടെ കഴുത്തിൽ മാല വീണത്. അത്ര തന്നെ. അതിനിങ്ങനെ പേടിക്കൊന്നും വേണ്ട. സങ്കടപ്പെടാതിരിക്കും പ്രഭേച്ചി. ടേക്ക് ഇറ്റ് ഈസി. ആ, ഇത് മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ചേച്ചിയുടെ കാര്യം നോക്ക്. സുശീല പറഞ്ഞതാ ശരി. നമ്മൾ ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല പ്രതാപ. ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ജയിലിൽ നിന്നിറങ്ങിയ ശേഖരന് എന്ത് സംഭവിച്ചു എന്നതാണ്. അയാൾ ഏത് പാതാളത്തിലും മറഞ്ഞിരുന്നാലും അയാളെ നമുക്ക് പുറത്തു കൊണ്ടുവരണം. അതിനുള്ള മാർഗമാണ് നമ്മൾ കാണേണ്ടത്. ഏത് വിധേനയും ശേഖര മേനോനെ കണ്ടെത്തി അയാളെ തീർക്കണം. തെളിവിനൊരു പല്ലോ നഖമോ പോലും അവശേഷിപ്പിക്കരുത്. അത് പ്രഭാവതിയുടെ കഴുത്തിൽ തന്നെ വീണുവെങ്കിൽ അതിനെന്തെങ്കിലും നിമിത്തം ഉണ്ടായിരിക്കും. പക്ഷേ അതെന്താണെന്ന് എത്ര ചിന്തിച്ചിട്ടും വ്യക്തമായിട്ടൊന്നും മനസ്സിൽ തെളിയുന്നില്ലല്ലോ. ചിലപ്പോ ഗായത്രി അമ്മയുടെ ആത്മാവ് അന്വേഷിക്കുന്ന ആളാണ് പ്രഭാവതിയെങ്കിലോ? അതെ, ഇത് ഞങ്ങളുടെ കുടുംബകാര്യ. നിങ്ങൾ എന്തിനാ ഇതിൽ തലയിടുന്നേ?
നിങ്ങൾക്ക് ഇതിലെന്താ കാര്യം? അതെ, നിങ്ങളോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? അല്ലെങ്കിൽ ഇയാളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? സുശീലേ, എന്താ ഇത്? അല്ല, ഇയാൾ പറഞ്ഞത് കേട്ടില്ലേ? ഗായത്രി ചേച്ചിയുടെ ആത്മാവ് പ്രഭേച്ചിയെ അന്വേഷിക്കാണ് പോലും. എന്താ അതിന്റെ അർത്ഥം? മരിച്ചവരുടെ ആത്മാക്കൾ, പ്രേതാത്മാക്കൾ എന്തിനാ ജീവിച്ചിരിക്കുന്നവരെ അന്വേഷിക്കുന്നേ? പ്രതികാരം വീട്ടാനല്ലേ, കൊല്ലാനല്ല. അതായത് ഗായത്രി ചേച്ചിയുടെ ആത്മാവ് പ്രഭേച്ചിയെ കൊല്ലുമെന്നാ ഇയാൾ ഉദ്ദേശിച്ചത്. എന്റെ സുശീലേ, നീ എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത്? ആത്മാക്കള് പ്രതികാരം വീട്ടാൻ മാത്രമേ വരൂന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ചന്ദ്രേട്ടന് പെട്ടെന്ന് എന്തോ മനസ്സിൽ തോന്നി. അത് ഇദ്ദേഹം മുന്നും പിന്നും നോക്കാതെ പറഞ്ഞു, അത്രേ ഉള്ളൂ. സുശീലേ, നിനക്ക് പ്രായവും പക്വതയൊക്കെ ആയില്ലേ? പ്രായമായവരോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? ചന്ദ്രേട്ടൻ നമ്മുടെ അതിഥിയാ. അതിഥികളെ ഈശ്വരനെ പോലെ കാണണമെന്നാ. നീ ചന്ദ്രേട്ടനോട് മാപ്പ് ചോദിച്ചേ. ഞാനെന്തിനു മാപ്പ് പറയണം? അതിന്റെ ആവശ്യമൊന്നുമില്ല. മാപ്പൊന്നും പറയണ്ട. ഞാനൊരു സംശയം പറഞ്ഞു, അതൊരു നിമിത്തം പോലെ വന്നു, അതുകൊണ്ട് പറഞ്ഞു പോയതാ. മാപ്പ് പറയുന്നത് ഒരു കുറച്ചിലൊന്നും അല്ല സുശീലേ. ആ മാപ്പ്. അയ്യേ, ഇങ്ങനെയാണോ മാപ്പ് ചോദിക്കുന്നത്? എനിക്ക് ഇങ്ങനെ മാപ്പ് ചോദിക്കാനേ സൗകര്യമുള്ളൂ. അതിഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ അയാളോട് മാപ്പ് ചോദിക്കും. ഞാൻ എന്തിനാ മാപ്പ് പറയുന്നേ? അത് കൊള്ളാലോ. മതി മതി, തർക്കം ഒന്ന് നിർത്ത്. കാറും കോളും ഒക്കെ മാറിയല്ലോ. ഇനി എല്ലാരും അവരവരുടെ കാര്യം നോക്കി പോവാൻ നോക്ക്. ഗാർഗി, ഇന്നിവിടെ നടന്ന സംഭവങ്ങൾ എന്തിന്റെയൊക്കെയോ സൂചനയാ. ചേച്ചി കാണിച്ചു തന്ന അടയാളമാ. ഇതിന്റെ പൊരുൾ കണ്ടെത്തണം. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. പാർവതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ചിലപ്പോ മനസ്സിലാവുമായിരുന്നു. ചേച്ചിയുടെ ശരീരം മാത്രമേ വെണ്ണീറായിട്ടുള്ളൂ. ആത്മാവ് ഇവിടെ തന്നെയുണ്ട്. കെട്ടടങ്ങിയെന്ന് കരുതുന്ന പലതും, പല രഹസ്യങ്ങളും ചേച്ചിയായിട്ട് തന്നെ പുറത്തു കൊണ്ടുവരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.